സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീപക് ഷിംജിത വിഷയത്തിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഒരു റീച്ചിന് വേണ്ടി ഒരു വീഡിയോ എടുത്ത് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരാളാണ് ഷിംജിത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ റീച്ചിന് വേണ്ടി തോന്നിവാസം കാണിച്ചിട്ട് ഇപ്പോൾ ജയിലിൽ നമ്മുടെ ഗോതമ്പുണ്ട നല്ല സർക്കാർ കൊടുക്കുന്ന ഗോതമ്പുണ്ടയും തിന്ന് ജയിൽ കമ്പികളുടെ എണ്ണവും നോക്കി അതിൻ്റെ പവറും ഒക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഷിംജിതയ്ക്കെതിരെ ഇപ്പൊ പുതിയൊരു പരാതിയുമായിട്ട് ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന യുവാവിന്റെ അമ്മ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈബർ അധിക്ഷേപത്തിന്റെ ഫലമായിട്ട് തന്റെ മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അല്ലെ തന്റെ മകന്റെ ജീവിതം നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടതിൽ ഈ ഷിംജിതയ്ക്കെതിരെ പരാതി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിംജിതയുടെ ഈ ദീപകിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയങ്ങളിൽ ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥയും ആ അവസ്ഥകളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ച് റീച്ചിന് വേണ്ടി ഇറങ്ങി തിരിച്ച കുറച്ച് ആളുകളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ കണ്ടതാണ് അല്ലേ. തീവ്ര ഫെമിനാസി ചിന്തകളുള്ള അല്ലെങ്കിൽ ഫെമിനിച്ചിയ എന്ന് പറയുന്ന ചില ആളുകളുടെ ചിന്താഗതികളൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ദീപകിന്റെ അമ്മ കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ദീപകിന്റെ അമ്മ. പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകി. സഹയാത്രക്കാരുടെ മൊഴിയെടുക്കണമെന്നാണ് ആവശ്യം. ഷിംജിത ചിത്രീകരിച്ച വീഡിയോയിൽ ഉണ്ടായിരുന്ന തന്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത്. അതേസമയം ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. സിനോജ് തോമസ് ആണ് ചെയ്തത്. വിശദാംശങ്ങളുമായി സിനോജ്, ഇതിലിപ്പോൾ ദീപകിന്റെ അമ്മ ഇതിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സഹയാത്രക്കാരിയുടെ മൊഴിയെടുക്കണമെന്നതാണ് ആവശ്യമെന്ന് കൂടിയാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, നിർണായകമായ മൊഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതായത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് കണ്ണൂർ പയ്യന്നൂരിൽ ബസ് യാത്രികയുടെ ഷിംജിത, ഈ പ്രതിയായ ഷിംജിത ദീപക് ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യം ചിത്രീകരിച്ചത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നത്. തൊട്ടടുത്ത ദിവസം 17-ാം തീയതി തന്നെ ആ ദൃശ്യത്തിൽ ഉൾപ്പെട്ട മറ്റൊരു സഹയാത്രക്കാരി കണ്ണൂർ സിറ്റി പോലീസിന്റെ സൈബർ സെല്ലിന് പരാതി നൽകിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. അന്ന് രാത്രി 17-ാം തീയതി രാത്രിയാണ് ദീപക് കോഴിക്കോട്ടെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് പിന്നാലെ ആണ് കുടുംബം ഇത്തരത്തിലൊരു പരാതി നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്ന വിവരം കിട്ടുന്നത്. അങ്ങനെ കുടുംബം ഇന്നലെ കണ്ണൂർ സിറ്റി പോലീസിനെ കണ്ടിരുന്നു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ആ ഘട്ടത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് പറഞ്ഞത് ആ പരാതിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിംജിത തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നാണ് ആ വിവരാവകാശ മറുപടിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ദീപക് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തന്നെ ഷിംജിത തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലിട്ട വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പരാതി അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ ദീപകിന്റെ മരണം അന്വേഷിക്കുന്ന കോഴിക്കോട് സിറ്റി പോലീസ് സഹയാത്രിക്കാരുടെ മൊഴി എടുത്തില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. അതുകൊണ്ടാണ് ദീപകിന്റെ അമ്മ ഇന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, അതായത് ദീപക് ഷിംജിത വിഷയത്തിൽ ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ദീപകിന്റെ വിഷയത്തിൽ ഷിംജിത പറഞ്ഞൊരു നിലപാട്, അല്ലെ ഷിംജിത കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ദീപക് തന്നെ ഒരു ലൈംഗിക ഉപയോഗത്തിന് വേണ്ടിയിട്ട്, അല്ലെ ഒരു ലൈംഗിക ഉപകരണമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അയാളുടെ കൈമുട്ട് കൊണ്ട് പൊക്കി തൻ്റെ മാറിടത്തിൽ സ്പർശിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ആ പരാതി കൊടുത്ത് പോലീസിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു ഷിംജിത നമ്മൾ കണ്ടല്ലേ. പരാതിയിൽ ഷിംജിത എടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ, വെറുതെ ഒരാളൊരു കാര്യം പറയില്ലല്ലോ എന്നാണ് ഷിംജിത പറയുന്നത്. അവൾക്ക് ആരോ വലിയ പിന്തുണ കൊടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവൾ ജയിലിൽ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഷിംജിതയെ നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം ഈ ദീപകിന്റെ വിഷയത്തിൽ ആ ബസ്സിലുണ്ടായിരുന്ന, ഞാൻ ആദ്യം ചിന്തിച്ച ഒരു കാര്യം അതാണ്. അതായത് നമുക്ക് ദീപകിന്റെ വിഷയത്തിൽ ഷിംജിതയുടെ ഫോണിൽ ഷിംജിത എടുത്തിരിക്കുന്ന വീഡിയോ, ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് പോലീസ് പറയുന്നത് ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഷിംജിത ഡിലീറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മകനെ വെച്ചുകൊണ്ട്, അതായത് ഈ കുറച്ച് ഫെമിനിസ്റ്റുകൾ കുറച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദീപക്, ആ അച്ഛനും അമ്മയും ദീപകിനെ പിന്തുണയ്ക്കുകയാണ്. ദീപകിൻ്റെ ഉള്ളിൽ ഒരു ലൈംഗിക മനോഭാവമുള്ള, അല്ലെ ഒരു വികാര ജീവി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. സ്വന്തം തന്തയും തള്ളയും നോക്കാൻ കഴിവില്ലാത്ത, സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കുമെതിരെയും കേസ് കൊടുക്കുന്ന കുറച്ച് ടീംസാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നത് നമുക്കറിയാം. ആ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അവളുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരുണ്ട്. അവരുടെയൊക്കെ ഫേസ് ഇങ്ങനെ ഇവൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്, ഇവളുടെ തോന്നിവാസത്തിന് വേണ്ടിയിട്ട്. അതായത് ഇവളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പിതൃശൂന്യത്തിൽ ഇവൾ കാണിച്ചത് കൂടെ നിൽക്കുന്ന യാത്രക്കാരുടെ കൂടി മുഖം ഒപ്പിയെടുത്തുകൊണ്ടാണ്. അത് കുറച്ച് വിശ്വാസ്യത കിട്ടാനായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കും. ഇത് കണ്ടില്ല, ദീപകിൻ്റെ കൈ അവളുടെ മാറിടത്തിലേക്ക് സ്പർശിക്കപ്പെടുന്നു. അതിൻ്റെ വീഡിയോ ഒരു നല്ല ചിരിയോടുകൂടി എടുത്തത്. എനിക്ക് എന്തൊക്കെയോ കിട്ടി, സന്തോഷം കിട്ടി എന്നുള്ളൊരു ലാഘവത്തിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ ഫ്രെയിമിൽ യുവതി നിൽക്കുന്നത് മുന്നോട്ട് നോക്കിയാണ്. അപ്പോൾ ദീപക് ഇടതുവശത്ത് മുൻപിലായി നിൽക്കുന്നു. ദീപക് പുറകിലത്തെ വാതിൽ വഴി ഇറങ്ങാൻ നേരം യുവതി പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം വലതുവശത്തും. എന്തിന്?
മൂന്നാമത്തെ പോയിന്റ്, ദീപക് 2 കൈയും ഒരുമിച്ചാണ് പൊക്കിയത്. വീഡിയോയുടെ തുടക്കത്തിൽ കയ്യിൽ ബാഗ് ഉള്ളതായി കാണാം. സ്പീഡ് കുറച്ച വീഡിയോയുടെ മറ്റൊരു ഫ്രെയിമിൽ അദ്ദേഹത്തിൻ്റെ 2 കൈയും ഒരേപോലെ പൊങ്ങുന്നത് കാണാൻ കഴിയും. 2 കൈ കൊണ്ട് ബാഗ് പൊക്കിയതാണ് കൈമുട്ട് പുറകിലേക്ക് പോകാൻ കാരണം. ഇതല്ലാതെ ഈ സാഹചര്യത്തിൽ 2 കൈമുട്ടും ഒരേപോലെ എന്തിനാണ് പുറകിലേക്ക് പോകുന്നത്? വെറും 3-4 സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്ന വീഡിയോ സ്പീഡ് കുറച്ച് കാണിച്ചിരിക്കുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് തനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഒരാളുടെ പേരിൽ ഒരു വൃത്തികെട്ട പരാമർശം നടത്തുകയും അതിൽ കൂടി തനിക്ക് തൻ്റെ ഒരു പ്രൊഫഷൻ അതെന്താണോ താൻ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനത്തെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവള്. അപ്പോൾ അങ്ങനെ അതിൽ കൂടി ഇവൾക്ക് കുറച്ച് റീച്ച് കിട്ടാനും അവളുടെ അക്കൗണ്ട് കുറച്ച് നല്ല രീതിയിൽ ഗ്രോ ആക്കാനും വെറുതെ ഒരാളുടെ പേര് ആരോപണം കൊടുത്തു കഴിഞ്ഞാൽ തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ വരില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ്. എന്തുകൊണ്ടാണ് അതിജീവിതകളുടെ പ്രൈവസി, അതിജീവിതകളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുന്നു, അതിജീവിതകളുടെ പേര് പോലും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നിലനിൽക്കെ അതൊക്കെ തനിക്കൊരു പ്രിവിലേജ് ആക്കി കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഷിംജിത കാണിച്ച പരിപാടി. അതിൽ കൂടി താൻ മാത്രം അറിയപ്പെട്ടാൽ പോരാ, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് അറിയപ്പെടട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയും കൂടെ വീഡിയോ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു. എന്നാൽ ആരും പ്രതികരിച്ചില്ല. പിന്നീട് അതിനുശേഷം കണ്ണൂർ പോലീസിലാണെന്ന് തോന്നുന്നു ഇവർ പരാതി നൽകി. ഈ ആരാണ് അതിജീവിതയുടെ ഒപ്പം, അതിജീവിത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിജീവിത എന്നാണ് പലരും പറയുക. റിപ്പോർട്ടർ ചാനൽ അങ്ങനെയാണ് പറയുക. റിപ്പോർട്ടർ ചാനലിൻ്റെ മാമൻ്റെ മോളോ അച്ഛൻ്റെ മോളോ എന്താണെന്ന് തോന്നുന്നു. ഈ 24 ന്യൂസ് പ്രതി എന്ന് തന്നെ പറയുന്നുണ്ട്. അവരെ എപ്പോഴും ഞാൻ അതിന് അഭിനന്ദിക്കുകയുള്ളൂ. ഒരു ബിഗ് സല്യൂട്ട്. പ്രതി എന്ന് തന്നെ അവളെ വിളിക്കുന്നത്. അവൾ കുറ്റവാളി തന്നെയാണ്. ദീപകിനെ കൊന്ന കൊലപാതകയാണ് അവൾ. അപ്പോൾ അങ്ങനെ ഈ ഷിംജിത വീഡിയോ എടുത്തതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ പരാതി നൽകി. അതായത് ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പരാതി നൽകുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതുവരെയും ആ പരാതിയിന്മേലൊരു അന്വേഷണം പോയിട്ടില്ല. പോലീസ് വാദിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ ഷിംജിത, പ്രതിയായിട്ടുള്ള ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഷിംജിത ഡിലീറ്റ് ചെയ്തു എന്നാണ് ഈ വീഡിയോ. എന്നാൽ ആ വീഡിയോ ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുവെങ്കിലും അതെല്ലാ ആളുകളുടെ കയ്യിലുമുണ്ട്. അത് ഇൻ്റർനെറ്റിൽ ഫുൾ ആ വീഡിയോ ഉണ്ട്. ആ വീഡിയോ വെച്ചുകൊണ്ട് കുറച്ച് ഫെമിനിസ്റ്റുകൾ വന്ന് സംസാരിക്കുന്ന സംസാര രീതികൾ കാണുമ്പോൾ ഇവിടെയൊക്കെ കാലും മടക്കി നല്ല അടി കൊടുക്കാൻ തോന്നും. നല്ല ആണുങ്ങളുടെ കൈയുടെ ചൂടറിയുമ്പോൾ ഇവളുടെയൊക്കെ ഈ സംസാരം അങ്ങ് തീരും. ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ളയുണ്ട്. സ്വന്തം അച്ഛൻ പോലെ അവളെ പീഡിപ്പിച്ചു എന്നാണ് അവൾ പറയുന്നത്. സ്വന്തം അച്ഛൻ അബ്യൂസ് ചെയ്തു എന്നാണ്. പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ, എൻ്റെ പൊന്നോ, മുയൽ കണ്ണാടി വെച്ച പോലെ സാധനമുണ്ട്. ബോഡി ഷെയ്മിംഗ് ഒന്നുമല്ല, എന്നാൽ ഇവളേക്ക് ഇങ്ങനെ തന്നെ പറയണം. അതായത് ഒരു മനുഷ്യൻ മരിച്ച് അയാളുടെ ജീവിതം പോയത് ഈ തോന്നിവാസം കാണിച്ച് തന്തയില്ലാത്തവൾ കാരണമാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് തന്തയില്ലാത്തവളന്മാരുടെ ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് രംഗത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു മെഴുകലുണ്ട്. കരഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ആഹാരം മേടിച്ചുകൊണ്ടായിരുന്നു എന്നെ വളർത്തിയത്. പിന്നെ ഞങ്ങളുടെയൊക്കെ അമ്മ പിന്നെ ആഹാരം മേടിച്ച് തരാതാണ് വളർത്തിയത്. അത് കണ്ടിട്ട് ആർക്കും വിഷമം വരുന്നില്ല. നല്ല കിഡില അഭിനയമാണ്. ഞാൻ ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. വിഷമം വരും. ഓ ആരോടാ മക്കളെ വിളിച്ചത്? സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാമോ? എന്തെങ്കിലും ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം അങ്ങനെയൊന്നും പറയരുത്. ഭയങ്കര മോശമായിട്ടുള്ള ആ വീഡിയോയിൽ ശ്രീലക്ഷ്മി അറക്കലിന്റെ മെഴുകൽ നിങ്ങൾ കണ്ടു കാണും. നമുക്കറിയാം ദീപക് ഷിംജിത വിഷയത്തിൽ ശ്രീലക്ഷ്മി അറക്കൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ദീപകിനെതിരെ തന്തയ്ക്ക് പുറക്കാരി എല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ ഈ കരച്ചിലൊന്നും കണ്ടില്ല. ഈ നാട്ടിലെ ആണുങ്ങളുടെ മേലല്ല ഇവളമാർക്ക് ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ആണുങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോൾ നല്ല കരച്ചിൽ. ആ ഷിംജിത വിഷയത്തിൽ ഇവൾക്കെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ എല്ലാം ഇവളുകൊണ്ട് സൈബർ പോലീസിൽ കേസ് കൊടുത്തായിരുന്നു. എന്നിട്ട് ആ കേസ് എന്തായി? ശ്രീലക്ഷ്മി അറക്കൽ എന്തെങ്കിലും ആയോ? പോലീസിന് ഇവിടെ നിന്നെപ്പോലെയുള്ള അഴിഞ്ഞാടി നടക്കുന്നവളുമാരുടെ കേസ് വാദിക്കാനല്ല സമയം. ഇതുപോലെ വൃത്തികേടുകൾ, അതായത് നെറികേടുകൾ കാണിക്കുന്നവളുമാരെ പിടിച്ചകത്തിടാനാണ് പോലീസിന് ഇവിടെ സമയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുമ്പോൾ അഴിഞ്ഞാടി നടക്കുന്ന എന്തും ചെയ്യുന്ന, കാശിനും റീച്ചിനും വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുടെ കേസുകൾ അന്വേഷിക്കാൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. എന്ത് തന്നെയാണെങ്കിലും ദീപക് ഷിംജിത വിഷയത്തിൽ ഷിംജിതയ്ക്ക് ഇനിയും പുറം ലോകം കാണാൻ പറ്റില്ല. ആ രീതിയിൽ പോലീസ് പൂട്ടിയിട്ടുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും എല്ലാം വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പോലീസിന് വീഴ്ച വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും കുടുംബം കൊടുത്ത പരാതിയിൽ വീണ്ടും അന്വേഷണങ്ങൾ ഊർജിതമാവട്ടെ. ഷിംജിത ഇനി ഒരു കാരണവശാലും ഒരു രീതിയിലും രക്ഷപ്പെടാതെ അകത്ത് തന്നെ കിടക്കട്ടെ എന്ന് ഞാൻ പറയണം. ഇനി നാളെ ഒരുത്തിയും ഈ പരിപാടിയുമായിട്ട് രംഗത്തേക്ക് വരരുത്. ഒരു പുരുഷനും ഈ രീതിയിൽ വേട്ടയാടപ്പെടരുത്. ഒരാളുടെ ജീവിതം നഷ്ടമാവരുത്. ഒരു കുടുംബം അനാഥമാവരുത്. ഒരച്ഛനും അമ്മയും മക്കളില്ലാതെ ജീവിക്കാൻ പാടില്ല. ഒരു ഭാര്യ തൻ്റെ ഭർത്താവില്ലാതെയും അവരുടെ മക്കൾ അച്ഛനില്ലാതെയും ജീവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത അങ്ങനെ ഉണ്ടാവാതെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഈ ഫെമിനിസ്റ്റുകളുടെ, തീവ്ര ഫെമിനിസ്റ്റുകളുടെ ചേതോവികാരം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.